നമസ്കാരം. മീഡിയ 60 ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. നേര്യമംഗലത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഓണാഘോഷം സംഘടിപ്പിച്ചു. നിർധനരായ ആളുകൾക്കുള്ള ഓണക്കിറ്റുകളും വിതരണം ചെയ്തു. മുൻ MLA എൽദോസ് കുന്നപ്പള്ളി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. 200ഓളം ആളുകൾ ഓണക്കിറ്റുകൾ ഏറ്റുവാങ്ങി. നേര്യമംഗലം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷം വർണ്ണാഭമായി. നിർധനരായ ആളുകൾക്കുള്ള ഓണക്കിറ്റ് വിതരണവും ഉണ്ടായിരുന്നു. മുൻ MLA എൽദോസ് കുന്നപ്പള്ളി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ പ്രവർത്തനം എന്നാൽ സാധാരണക്കാരെ ചേർത്തു നിർത്തൽ ആകണം എന്ന് അദ്ദേഹം പറഞ്ഞു. മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന നേര്യമംഗലം മണ്ഡലം കമ്മിറ്റിയെ അദ്ദേഹം അഭിനന്ദിച്ചു. നിർധനരായ 200ഓളം ആളുകൾക്കാണ് ചടങ്ങിൽ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തത്. ഈ ഓണത്തിന്റെ നാളിൽ നിങ്ങൾക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഒരു കിറ്റ് നൽകുകയാണ്. ചെറിയൊരു കിറ്റ്. അതൊരു സ്നേഹത്തിന്റെ സിമ്പിളാണ്. നമുക്കറിയാം, നമ്മളെല്ലാം ഓണം എല്ലാ വർഷവും ആഘോഷിക്കുന്ന ഇത് എത്രാമത്തെ ഓണം എന്ന് ചോദിച്ചാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോർജിന്റെ ആൻസറാണ്. ഇത് എത്രാമത്തെ ഓണം ചോദിച്ചു ഇല്ല, പറയില്ല, വയസ്സ് പറയില്ല. നമുക്കൊക്കെ ഓരോ ഓണം ചില ആളുകൾ നിന്നേക്കാൾ പല ഓണം കൂടുതലുണ്ടതാ ഞാൻ കേട്ട മോനെ എന്ന് എൻ്റെ അമ്മച്ചിയോട് പറയും. ഇത് ഓണം കൂടുതലുണ്ടോ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവ സമ്പത്തുണ്ടായി എന്നാണ് അതിനർത്ഥം. ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അതിൻ്റെ ഓഫീസ് തൃക്കാക്കര കളക്ട്രേറ്റിൻ്റെ അടുത്ത് കാക്കനാടായിരുന്നു. SSAയുടെ ജില്ലാ പ്രോഗ്രാം ഓഫീസറായിരുന്നു അദ്ദേഹം. അലിയാർ സാർ ഇവിടെയുണ്ട്. നല്ല മികച്ച ഓഫീസറായിരുന്നു. ഞങ്ങൾ തമ്മിൽ വളരെ അടുപ്പമാണ് അന്നും ഇന്നും. അപ്പൊ ജില്ലാ പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന തൃക്കാക്കരയിലാണ് മഹാബലി തമ്പുരാന്റെ രാജ്യത്തിന്റെ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ്. എന്തുകൊണ്ട് തൃക്കാക്കരയ്ക്ക് ആ പേര് വന്നത്? തൃക്കാൽക്കര, ഭഗവാൻ മഹാവിഷ്ണുവിന്റെ പുണ്യ പാദസ്പർശമേറ്റ മണ്ണ്. അതുകൊണ്ടാണ് തൃക്കാക്കരയ്ക്ക് തൃക്കാൽക്കര എന്ന പേര് വന്നത്. തൃക്കാക്കര എന്നല്ല, തൃക്കാൽക്കര എന്നാണ് യഥാർത്ഥത്തിൽ അതിന്റെ പേര്. ഞാൻ അതുകൊണ്ട് ജില്ലാ പഞ്ചായത്തിന് പേര് മാറ്റി പാലസ് ഓഫ് എംപറർ മഹാബലി, മഹാബലി ചക്രവർത്തിയുടെ രാജധാനി എന്ന പേര് കൊടുത്തത് അതുകൊണ്ടാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ മഹാബലി തമ്പുരാനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയെന്ന്? വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, സത്യമാണ്. മഹാബലി തമ്പുരാനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയില്ല. ഐതിഹ്യമൊക്കെ അറിയാം. മഹാബലിക്ക് മനസ്സിലായി തൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്നത് ഭഗവാൻ മഹാവിഷ്ണുവാണ് എന്ന് കണ്ടപ്പോൾ അദ്ദേഹം ശിരസ് നമിച്ചു കൊടുത്തു. എന്തിനു വേണ്ടി? ആ പുണ്യപാദസ്പർശം നേൽക്കാൻ വേണ്ടി. പക്ഷെ അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടു. അദ്ദേഹത്തിന് സ്ഥാനം പോയി. ഇപ്പൊ എനിക്ക് സ്ഥാനം പോയില്ലേ എന്ന് പറയുന്ന പോലെ അദ്ദേഹത്തിന് സ്ഥാനം പോയി. സ്ഥാനം പോയ രാജാവിനെ എന്ത് ചെയ്തു? അവർ ജയിലിലേക്ക് കൊണ്ടുപോയി. ജയിൽ എന്ന് പറയുന്നത് തടങ്കൽ പാളയം എന്നാണ് പണ്ട് ജയിലിന്. തടങ്കൽ പാളയത്തിൽ അടച്ചു എന്ന് പറഞ്ഞ് ജയിലിലടച്ചു എന്നാണ് അർത്ഥം. അങ്ങനെ അദ്ദേഹത്തെ ജയിലിലേക്ക് കൊണ്ടുപോയത് കളമശ്ശേരിക്കപ്പുറം പാതാളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ജയില്. അങ്ങനെ പാതാളം എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി തടങ്കൽ പാളയത്തിൽ ഇട്ടു. എന്നിട്ട് ഇടയ്ക്ക് പരോട് കൊടുക്കും 10 ദിവസം. അതുകൊണ്ടാണ് പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്ന് പറയുന്നത്. ഭൂമിക്കടിയിലേക്കല്ല ചവിട്ടിത്താഴ്ത്തിയത്, പാതാളത്ത് വന്ന സ്ഥലത്ത് പോയി ജയിലിലിട്ടു. അന്ന് കൊട്ടാരത്തിലെ ആനകളെ തളയ്ക്കുന്ന ഇടമാണ് കളമശ്ശേരി. കളമശ്ശേരിയുടെ പേര് കളമശ്ശേരി എന്നായിരുന്നു. ആനകളെ തളയ്ക്കുന്ന ഇടം. അങ്ങനെയാണ് കളമശ്ശേരി എന്നായത്. അപ്പൊ നിങ്ങൾക്കറിയാം, തൃക്കാക്കരയിൽ കാക്കനാട് നിന്ന് നമ്മുടെ ഒരു വലിയ ഗുഹ പോകുന്നുണ്ട്, ഇരുമ്പനം. അവിടെ ഹിഡിമ്പു എന്ന് പറയുന്ന കാട്ടാളത്തിലുണ്ട്. ഹിഡിമ്പു വനം എന്താണെന്ന് ഇരുമ്പനത്തിൽ വരും. ഇരുമ്പനത്തിൽ പേര് ഹിഡിമ്പു വനം. ഹിഡിമ്പു വനം എന്ന് പറഞ്ഞ് ഇരുമ്പനായി മാറിയതാണ്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജെയ്മോൻ ജോസ് അധ്യക്ഷത വഹിച്ചു. KPCC മെമ്പർ AG ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. നൌഷാദ് MM ആമുഖ പ്രഭാഷണം നിർവഹിച്ചു. DCC ജനറൽ സെക്രട്ടറി MS എൽദോസ്, പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോർജ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സൈജൻ ചാക്കോ, PR രവി, ജോബി ജേക്കബ്, KM അലിയാർ, പഞ്ചായത്ത് മെമ്പർമാരായ കുൽസു സലിം, സുനി അയ്യപ്പൻ, ഫ്രാങ്കോ ജെയിംസ്, ജോഷി കുര്യാക്കോസ്, ബിൽസൺ പൊട്ടക്കൽ, രഞ്ജിത്ത് KK, ഷിൻജു ബെന്നി, ബിജി സോജി, നൂർജി ഷംസുദ്ദീൻ, കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളായ PM വിജയൻ, തങ്കച്ചൻ നൂനൂറ്റിൽ, VP ജോർജ്, ജിൻസി മാത്യു, ജിൻസി അബിജു, AP സാബു, KM ഷമീർ, ദിലീപ് PR, ജോസ് PA, മാത്തുക്കുട്ടി, മമ്മൂട്ടി ഇടമന തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ 60 ന്യൂസ്, കോതമംഗലം.